കനത്ത മഴ, ചുഴലിക്കാറ്റ് ഭീഷണി ഒഴിഞ്ഞു. ഓസീസിനെതിരായ അവസാന ഏകദിനം ഉപേക്ഷിച്ചേക്കും. വാർത്തകൾ വിശദമായി. ബിജെപി പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ പുനലൂർ നഗരസഭാ ചെയർമാനും ഒരു സിപിഎം പ്രവർത്തകനും ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 5 പേരെ വെറുതെ വിട്ടിട്ടുണ്ട്. കൊല്ലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. വിശദാംശങ്ങളുമായി വിമൽ ജി നാഥ് നമ്മോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്നും. വിമൽ, കേസിന് ആസ്പദമായ സംഭവം ചുരുക്കി പറയാം, ഒപ്പം വിധിയുടെ വിശദാംശങ്ങളും. പുനലൂരിലെ ബിജെപി പ്രവർത്തകനായ രാജേഷിനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലാണ് 1-ാം പ്രതി പുനലൂർ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ, 3-ാം പ്രതിയും സിപിഎം പ്രവർത്തകനുമായ സന്തോഷ് എന്ന മാരിയപ്പൻ എന്നിവരെ ഇരട്ട ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരവും ആയുധ നിയമപ്രകാരവും ഇരുവരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ഇതുകൊണ്ടാണ് ഇരുവർക്കും ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. ഇതുകൂടാതെ പ്രതികൾ 50,000 രൂപ വീതം പിഴയടയ്ക്കാനും അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി കെ ബാലകൃഷ്ണൻ ഉത്തരവായിട്ടുണ്ട്. എന്നാൽ കേസിൽ ബോംബെറിഞ്ഞതായി ആരോപിക്കപ്പെട്ട 2-ാം പ്രതി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് ബിജു ഉൾപ്പെടെ 5 പ്രതികളെ തെളിവില്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. 2002 ജൂൺ 9 രാത്രി 8-നാണ് കേസിനാസ്പദമായ സംഭവം. പുനലൂർ ശിവൻകോവിലിന് മുന്നിൽ വെച്ചാണ് രാജേഷ് സിപിഎം പ്രവർത്തകരാൽ ബോംബെറിയെ കൊലപ്പെട്ടതാണ് പ്രോസിക്യൂഷൻ കേസിൽ 42 സാക്ഷികൾ ഉൾപ്പെടെയുള്ളവരെ വിസ്തരിച്ചു. ഇതിൽ 14-ാം സാക്ഷി ഒളിയുള്ള ബാക്കി എല്ലാവരും തന്നെ കൂറുമാറിയിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജി മണികണ്ഠപിള്ളയാണ് കോടതിയിൽ ഹാജരായത്. വിധിയറിഞ്ഞ് മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള നിരവധി സിപിഎം പ്രവർത്തകർ ഇപ്പോൾ കൊല്ലം അഡീഷണൽ സെക്കൻഡ് സെഷൻസ് കോടതിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, നന്ദി വിമൽ. പോളം ജോർജ് വധക്കേസിൽ 2 ആഴ്ചയ്ക്കകം കുറ്റപത്രം സമർപ്പിക്കും.